ഈ ബിസിനസ്സുകാർക്ക് ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യാൻ പറ്റൂല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിസിനസ്സുകാരൻ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആളുടെ പേരാണ് കസ്റ്റമർ. പക്ഷേ ഈ കസ്റ്റമറിനെ നമ്മൾ വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളം മുഴുവൻ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കസ്റ്റമർ ഇസ് ദ കിങ്. കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ട് അത്? അതിൻ്റെ ഉത്തരം യെസ് എന്നാണ്. അതെനിക്കറിയാം. എൻ്റെ പ്രശ്നം നമ്മുടെ കച്ചവട സ്ഥലത്ത് അതിനുള്ള വാല്യൂ അയാൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കൊടയുമായി മഴയത്ത് നിന്ന് കയറി വന്ന കസ്റ്റമർ, അവനോട് നമ്മളിങ്ങനെ പെരുമാറുക, പുറത്തേക്ക് പോണ, പുറത്ത് വെക്കണ, കൊട കിങ്ങാണ്. നമ്മുടെ കിങ് ബില്ലടിക്കണ നേരത്തെ അയ്യോ 5 രൂപ കാണാനില്ല, ചില്ലറല്ല. ഞാൻ കണ്ടിട്ടുള്ള ചില ബിസിനസ്സുകാരൊക്കെ ഈ കസ്റ്റമർ ഓടിക്കും. എല്ലാവരും 500 രൂപ കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനോ? അയ്യോ, ബിസിനസ്സുകാരൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. കസ്റ്റമർ നമ്മുടെ കടയ്ക്ക് വരണം, അവൻ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണം, അവൻ നമുക്ക് ഇഷ്ടപോലെ പെരുമാറണം, അവൻ കുട ഉപയോഗിക്കരുത്, അവൻ ചേഞ്ച് കൊണ്ടുവരണം. എമ്മാതിരി നിയമങ്ങളൊക്കെയാലേ. ഇതൊക്കെ പാലിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സേ കേരളത്തിലുള്ളൂ ഞാൻ കണ്ടിടത്തോളം. അതാണ് ബേവറേജ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കസ്റ്റമറിനെ നമ്മൾ ഒരു മൈൻഡ് വെച്ചില്ലെങ്കിലും വരി നിന്ന് വാങ്ങി കൊണ്ടുപോകും. ആ സാധനം പ്രൈവറ്റൈസ് ചെയ്താൽ അതും തീരുമാനമാവും. അതിപ്പോൾ ഗവൺമെൻറ്റിൽ മാത്രം ആയതുകൊണ്ട്, വേറെ എവിടെയും കിട്ടാത്തത് കൊണ്ട് നല്ല അനുസരണയും നല്ല വിനയവും കസ്റ്റമേഴ്സ് കാണിക്കുന്നുണ്ട്. ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല. മണത്ത് കണ്ടുപിടിക്കും ഔട്ട്ലെറ്റ് ആളുകൾ. ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അതുപോലത്തെ യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഡിമാൻഡ്. അതല്ല, കോമ്പറ്റേറ്റർ അവിടെ ഉണ്ടെങ്കിൽ, അവന് വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമറെ കിങ് ആയിട്ട് കാണേണ്ടി വരും.